ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ടോസ് അക്കാഡമിയിൽ പുതിയൊരു സെറ്റിന്റെ കോച്ചിങ്, റെഗുലർ ബാച്ച് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെല്ലാവരും ഈ ഒരു കോഴ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന രീതിയിൽ റെക്കോർഡർ ക്ലാസ്സുകളും സ്റ്റഡി നോട്ട്സുകളും PDF ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, PYQ ഡിസ്കഷൻസ് എല്ലാം ഉൾപ്പെട്ട വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാക്കേജ് ആണ് വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മലയാളം തുടങ്ങിയ സബ്ജക്റ്റിനാണ് കോച്ചിങ് ഉള്ളത്. 7510155485 എന്ന നമ്പറിൽ കോച്ചിങ് എടുക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ സെറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം, പുതിയ ഈ പ്രാവശ്യത്തെ സെറ്റിന് വളരെ 10% അടുത്ത് മാത്രമാണ് വിജയ ശതമാനം ഉള്ളത് അല്ലെ. വളരെ കുറച്ചു പേരൊക്കെയാണ് സെറ്റിന് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും കട്ട് ഓഫ് എല്ലാ തവണയും സിമിലർ ആയിരിക്കെ ഈ കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ അത്രത്തോളം പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മൾ കണ്ടംപററി ആയിട്ട് പണ്ട് മുതലേ പഠിച്ചിരുന്ന ഒരു രീതി, ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അങ്ങനെ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ഈ ഒരു എക്സാമിനേഷന്റെ ക്വാളിറ്റീനെ മീറ്റ് ചെയ്യാൻ മാത്രം ആകുന്നില്ല എന്നതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. അല്ലാതെ ഈ സെറ്റ് എന്ന് പറയുന്നത് എനിക്കോ പറ്റിയ ഒരു ഏരിയ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് പിൻവാങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ഇഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ടോസ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവര് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ ഇതുവരെ ചെയ്തതിൽ നിന്ന് എന്തൊരു മാറ്റമായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ അത് വിറ്റ്നസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആയിരിക്കണം നിങ്ങൾ പുതിയ രീതി, എന്തൊക്കെ സ്റ്റഡി സ്ട്രാറ്റജീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് ആണ് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ്, ഏതൊക്കെ ഏരിയാസ് പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ 2025 ഡിസംബറിൽ നടക്കുന്ന എക്സാമിന് എങ്ങനെ ബീറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, സോ എങ്ങനെ വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾക്ക് റെഡി ആക്കാൻ എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ ആദ്യം നോക്കുന്നത്. മേക്ക് എ ഷെഡ്യൂൾ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ് അല്ലെ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ടോസ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എന്താണ്, ഇപ്പം നമ്മൾ ഒരു 10 വരെയുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിക്ക് നിങ്ങൾ ഇന്ന രീതിയിൽ പഠിക്കണം, ഈ സമയം തൊട്ട് ഈ സബ്ജക്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, 10ൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ള ഡ്യൂട്ടീസ് ഒന്നുമില്ല അല്ലെ. അവർക്ക് അവരുടെ കാര്യങ്ങൾ പഠിച്ചാൽ മതി അല്ലെ. +2 ആയിക്കോട്ടെ, അല്ലെ വെറുതെ പഠിക്കുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ശരിയാണ് അല്ലെ. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഡിഫറെന്റ് ആണ് അല്ലെ. ചിലവർ BEd പഠിക്കുന്ന കുട്ടികളായിരിക്കാം, മറ്റു ചിലവർ ഫാമിലി ലീഡ് ചെയ്യുന്നതായിരിക്കാം, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, മറ്റു ചിലർ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയം തൊട്ട് ഇന്ന വരെ, അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് പറ്റിക്കോണം എന്നില്ല. കാരണം നമുക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസും കൂടി വരുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റിക്കോണം എന്നില്ല. അപ്പൊ അതനുസരിച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുക. എങ്കിലും ഒരു ടൈം ടേബിൾ എപ്പോഴും റെഡി ആക്കി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, സെറ്റപ്പ് യുവർ സ്റ്റഡി ഏരിയ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പൊ നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വരും അല്ലെ. അപ്പൊ അവർ വരുമ്പോൾ അവർക്ക് നോട്ട് വേണം. അപ്പൊ നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ കൂടെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന കുട്ടികൾ പറയുന്നതാണ് അല്ലെ, പഠിക്കാൻ പറ്റാറില്ല, കാരണം ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ കൊച്ചിനും ഇതേപോലെ തന്നെ വേണം, ബുക്കും പേനയൊക്കെ വേണം. അപ്പൊ ആ രീതിയിലുള്ള സെറ്റപ്പുകൾ നിങ്ങൾ തന്നെ റെഡിയാക്കുക. നിങ്ങൾക്ക് പഠിക്കണം, അതിനുള്ള ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ കണ്ടെത്തുക, അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി റിവൈസ് ആൻഡ് റിവൈസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലെ. നമ്മൾ ഓരോ ദിവസവും പഠിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ വീക്കിലി സാറ്റർഡേ സൺഡേ എന്ന് പറയുന്ന 2 ദിവസം പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നിങ്ങൾ എടുക്കണ്ട. അപ്പൊ എന്താണ്, നമ്മൾ ഇതൊരു 6 മാസത്തെ കോഴ്സാണ് അല്ലെ. അപ്പൊ സാറ്റർഡേ സൺഡേ നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കണ്ട, പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാകുമ്പോൾ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈം ഉണ്ടായിരിക്കും, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടും. അപ്പോൾ റിവൈസ് ആൻഡ് റിവൈസ്. ഓക്കെ,
അപ്പൊ മൺഡേ ടു ഫ്രൈഡേ, അപ്പൊ നമ്മൾ ടോസ് അക്കാഡമിയുടെ ഒരു ലേണിംഗ് പാറ്റേണും അങ്ങനെ തന്നെയാണ്. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ക്ലാസ്സുകൾ തരും. സാറ്റർഡേ സൺഡേ ഇവിടെ പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നുമില്ല. പക്ഷേ ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു 2 മണിക്കൂർ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്ത് ആ വീക്കിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് പിന്നെ വരുന്ന മൺഡേ നമ്മളൊരു വീക്ക്ലി എക്സാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വീക്ക്ലി എക്സാമും നിങ്ങൾ അതിനൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയാകുമ്പോൾ റിവൈസും റിവൈസും ഒക്കെ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് യുവർ ഓൺ സ്മാർട്ട് നോട്ട്സ്. നിങ്ങൾക്കറിയാം നമ്മൾ സയൻസ് അല്ലേ, സെറ്റ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒത്തിരി ഇക്വേഷൻസുകൾ, ചില വളരെ MCQ പോയിന്റിലുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ റിവൈസ് ആൻഡ് റിവൈസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നോട്ട് അടക്കം എല്ലാ കാര്യങ്ങളും സാറ്റർഡേ സൺഡേ നോക്കാൻ പറ്റും. അടുത്തൊരു വീക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ ലോഡ് കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഫസ്റ്റ് വീക്കിലത് ഒരു ചെറിയൊരു സ്മാർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ സ്മാർട്ട് നോട്ട് മാത്രം രണ്ടാമത്തെ വീക്കിൽ കഴിഞ്ഞ ടോപ്പിക്കിൽ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ മെമ്മറിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കയറുകയും ചെയ്യും. പിന്നെ നമ്മളിവിടെ മന്ത്ലി റിവിഷൻ ഒക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ സ്മാർട്ട് നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് എക്സാം അടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓരോ ദിവസം പല തവണ റിവിഷൻ ചെയ്യാനൊക്കെ ഈ സ്മാർട്ട് നോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ കുറച്ച് ഫോർമുലാസ് മാത്രം എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം, നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ഏത് സ്മാർട്ട് നോട്ട് എന്ന് പറയും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടേക്ക് റിഫ്രഷിംഗ് സ്റ്റഡി ബ്രേക്സ് അല്ലെ. നിങ്ങൾക്ക് അറിയാം നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 6 മാസം ഡ്യൂറേഷൻ വരുന്ന ഒരു അല്ലെ, നമുക്കിനി ഒരു 6 മാസം ഉണ്ടാവും നമ്മുടെ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു 6 മാസവും നമുക്ക് ഒരേപോലെ ഇരുന്ന് മുഴുവൻ ടൈമും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആയി പോകും. ആ സമയങ്ങളിൽ നിങ്ങൾ റിഫ്രഷിംഗ് ബ്രേക്സ് എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സാറ്റർഡേയും സൺഡേയും കൂടെ നിങ്ങളെ ലോഡഡ് ആക്കരുത്. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലി ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സാറ്റർഡേ സൺഡേയും കൂടെ നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം കൂട്ടിയിട്ട് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ഹോസ്റ്റഡ് ആയി പോകും. നിങ്ങൾക്ക് അധിക കാലം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട അങ്ങനെയല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുക, അത് നമ്മളെ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തും. ഇനി ടെസ്റ്റ് യുവർ നോളജ്. ഇതായത് എന്താണ്, നമ്മൾ ഇതൊക്കെ പഠിച്ചു അല്ലെ, നമുക്കൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നോളജുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ്, നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നമ്മളിവിടെ ടോസ് അക്കാഡമിയിൽ നമ്മൾ എല്ലാ വീക്കിലെയും ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു എക്സാമിനേഷൻ കൂടി, നമ്മളൊരു സെൽഫ് അനാലിസിസ് ആണ് അവിടെ നടത്തുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ PYQs അല്ലെ, നമ്മൾ പഠിച്ച നിങ്ങൾ ഇതുവരെയുള്ള 2016 മുതലാണ് ഇപ്പോഴത്തെ സെറ്റിന്റെ സിലബസ്, അപ്ഡേറ്റഡ് സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ അത് മുതലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാത്തിൻ്റെയും തന്നെ PDF ആയിട്ട് നിങ്ങൾ പ്രിന്റ് എടുക്കുക. ആ പ്രിന്റ് എടുത്തിട്ട് അതാത് ടോപ്പിക്, ഇപ്പം ഞാൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇത്രയും 16 തൊട്ട് 2024 ഇപ്പൊ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്കലിന്റെ പാർട്ട് എടുത്ത് നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ഒരു പേപ്പർ കഴിയുമ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ, ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മുടെ നോളജിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇനി കിട്ടുന്നില്ലെങ്കിൽ നിരാശരായിട്ട് മാറിയിരിക്കാനല്ല പറയുന്നത്, എന്താണ് അത് കിട്ടാവുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തുക. ആ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക, ആ ഏരിയാസ് നമുക്ക് എവിടെയാണ് മിസ്സായത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് സെറ്റ് റിയലിസ്റ്റിക് സ്റ്റഡി ഗോൾസ് എവറി ഡേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു ദിവസം അല്ലെ, മൺഡേ നമുക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. വർക്കിന് പോകണം, ജോലിക്ക് പോകണം, വൈകുന്നേരം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുവാണ് നമ്മുടെ ടൈം ടേബിളിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് മൊഡ്യൂൾ അല്ലെ. അങ്ങനെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നിങ്ങൾ ചെറിയ ചെറിയ ടോപ്പിക് ആണെങ്കിലും നിങ്ങളെ കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് സ്പെൻഡ് ചെയ്യാൻ അരമണിക്കൂറേ ഉള്ളൂ അല്ലെ. ഒരു ദിവസം അരമണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് എടുത്ത് ചെയ്യേണ്ട വർക്കുകൾ നമ്മൾ അവിടെ ലോഡ് ചെയ്ത് വെക്കരുത്. ആ അരമണിക്കൂറിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ അത് മാത്രം നിങ്ങളുടെ സ്റ്റഡി ഗോൾ ആയിട്ട് വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. ഇനി നമുക്ക് എന്തൊക്കെയാണ് സ്കോറിംഗ് ഏരിയാസ് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ സെറ്റ് ഫിസിക്സിന്റെ സിലബസ് നോക്കിയിട്ട് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണ്, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ സ്കോറിംഗ് ടോപ്പിക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടത്, ഞാനിവിടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിന് സ്കോറിംഗ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത് നമ്മൾ PYQs അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. പല ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒരു 5-6 തവണത്തെ, ഇപ്പൊ നമുക്കറിയാം ഒരു വർഷം 2 ടൈപ്പ് എക്സാം ഉണ്ട് അല്ലെ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 8-10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് നോക്കുക. അപ്പൊ എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഏരിയകൾ ഉണ്ടാവും, അതൊക്കെ അനാലിസിസ് ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഈ സെറ്റ് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ മെട്രിക്സ് ആൻഡ് സ്പെഷ്യൽ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫോറിയർ ആൻഡ് ലാപ്ലേസ്, ഇതൊക്കെ എന്തായാലും പഠിക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ഇനി അതേപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ് വരുമ്പോഴോ, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ റീസെന്റ് ചോദിക്കുന്നതാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3 ചോദ്യമൊക്കെ മിക്കവാറും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി അനാലിസിസ്, സെൻട്രൽ ഫോഴ്സ് ആൻഡ് മോഷൻസ് ഒക്കെ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വരുമ്പോൾ തെർമോഡൈനാമിക്സ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 2-3 മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് തെർമോഡൈനാമിക്സ്. എൻസെമ്പിൾസ് വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്രീ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും, ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും ഒരു എക്സാമിന് വേണ്ടി പോവാൻ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് സ്കോറിംഗ് ഏരിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക കേട്ടോ. അടുത്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നിങ്ങൾ നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഭാഗത്തു നിന്നും മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഇനി നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ പ്രിസൈസ്, ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ടഫ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം, ഇതിനകത്തുനിന്നും നമ്മൾ എന്തൊക്കെ ഏരിയാസ് പഠിക്കണം അത് നിങ്ങൾക്ക് സ്ക്രീൻ ഔട്ട് ചെയ്യാലോ. അപ്പൊ വളരെ ചുരുങ്ങിയ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് പ്രിപ്പറേഷൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം, അതെ നമുക്ക് ഇനിയിപ്പം നിങ്ങൾ നോർമലി പഠിച്ചു വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ, പഠിച്ചെടുക്കാനുള്ള ടൈം ഉണ്ട്, അത്യാവശ്യം സിലബസ് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ വളരെ കട്ട് ഷോർട്ട് ചെയ്ത് പഠിക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരു മൊത്തം നമുക്ക് 9 സബ്ജക്റ്റ് ആണ്, 9 പേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ 9 പേപ്പറിൽ നമുക്കൊരു 5 to 6 സബ്ജക്റ്റ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. ബാക്കി ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങളുടെ ടഫ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മാത്രം ഒന്ന് പഠിച്ചെടുക്കാനും ശ്രമിക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന സെറ്റ് എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടാത്തതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ഇഫോർട്ടിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതിന് എപ്പോഴും ഒരു റിസൾട്ടും ഉണ്ടായിരിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മാറി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ പാറ്റേണുകളും ഒക്കെ നോക്കുക. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഏരിയാസ്, ഈ പഠിക്കുന്ന ഏരിയാസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അതിനെ ഏത് രീതിയിൽ ഡ്രൈവ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്, മാർക്ക് സ്കോറിംഗ് ആക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ ചലഞ്ച്. ഓക്കെ, അപ്പോൾ ടോസ് അക്കാഡമിയിൽ ഈ പറഞ്ഞ ഇഫോർട്ടുകൾ അല്ലെ, ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറെ ഇഫോർട്ടുകൾ പറഞ്ഞു, ആ ഇഫോർട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറച്ചു തരും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം എന്താണ്, ആ പറയുന്നതൊന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ നെറ്റിന്റെ സെറ്റ്, അതേപോലെ സെറ്റിന്റെ പ്രീവൈക്യൂസ്, ജാം, ജസ്റ്റ്, അതേപോലെ തന്നെ കുസാറ്റ് പോലുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും എൻട്രൻസ് എക്സാമിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ, അതായത് വീക്ക്ലി ടെസ്റ്റിലായിരിക്കാം, വീഡിയോ ക്ലാസ്സുകളിലായിരിക്കാം, അസൈൻമെന്റ്സിലൂടെ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു സെറ്റ് എക്സാം പ്രിപ്പറേഷൻ, നിങ്ങൾക്കറിയാം പുതിയ ടീച്ചിങ് രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ മുമ്പ് ഈ ഒരു സെറ്റ് ക്ലിയർ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇനിയിപ്പോ സെറ്റിന്റെ ഒക്കെ മുഖം, അതിന്റെ ഒരു രീതികളൊക്കെ മാറാൻ തുടങ്ങും അല്ലെ. കാരണം പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് എക്സാമുകളും എലിജിബിലിറ്റി ടെസ്റ്റുകളും ടീച്ചിങ് രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് മുൻപ് പുതിയൊരു മാറ്റം വരുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ബ്ലാങ്ക് ആവും അല്ലെ. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പെട്ടെന്ന് സിലബസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുക ഒന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കുക. നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്ന ടൈമാണ് നമ്മുടെ ബെസ്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.